Lenora. Lenora is different from others. Years of perfect stitching experience. Lenora, linen, cotton cloth and stitching. Pandikad Road, Vandoor. നിലമ്പൂർ റോഡ് റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിൻ യാത്രികരായ ആയിരക്കണക്കിന് ആളുകളുടെ സൌകര്യാർത്ഥം ബസ് ബേ നിർമ്മിക്കണമെന്ന് ഓൾ കേരള ബസ് ഓപ്പറേറ്റേഴ്സ് ഓർഗനൈസേഷൻ നിലമ്പൂർ താലൂക്ക് കമ്മിറ്റി ആവശ്യപ്പെട്ടു. ഇത് സംബന്ധിച്ച് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി എം പി, രാജ്യസഭാംഗം പി വി അബ്ദുൽ വഹാബ് എം പി എന്നിവർക്ക് നിവേദനം നൽകിയതായി ജില്ലാ പ്രസിഡന്റ് മുസ്തഫ കളത്തുംപടിക്കൽ അറിയിച്ചു. സദേൺ റെയിൽവേയുടെ ഒരറ്റത്ത് സ്ഥിതി ചെയ്യുന്ന നിലമ്പൂർ റോഡ് റെയിൽവേ സ്റ്റേഷനിൽ ദിവസവും 14 ട്രെയിൻ സർവീസുകളാണ് നടക്കുന്നത്. നൂറുകണക്കിന് യാത്രക്കാരാണ് ഓരോ ട്രെയിനുകളിലും ഉണ്ടാവുക. ട്രെയിൻ ഇറങ്ങി തൊട്ടടുത്ത നിലമ്പൂർ പെരുമ്പിലാവ് സംസ്ഥാന പാതയിലേക്ക് ഇറങ്ങുന്ന യാത്രക്കാർക്ക് തുടർ യാത്രയ്ക്ക് വേണ്ടി ബസ് കാത്തുനിൽക്കാൻ നിലമ്പൂർ റോഡ് റെയിൽവേ സ്റ്റേഷനിൽ നിലവിൽ സൌകര്യവുമില്ല. റെയിൽവേ സ്റ്റേഷനിൽ യാത്രക്കാരെ ഇറക്കാനും കയറ്റാനും വരുന്ന ചെറുവാഹനങ്ങളും റോഡിന്റെ ഇരുഭാഗത്തേക്കും പോകുന്നതും വരുന്നതുമായ ബസ്സുകളും ട്രെയിനിൽ വന്നിറങ്ങുന്ന യാത്രക്കാരെ കയറ്റുന്നതിനു വേണ്ടി നിർത്തേണ്ടി വരുന്നതിനാൽ ഏറെ സമയം റോഡിൽ ഗതാഗതക്കുരുക്ക് അനുഭവപ്പെടുന്ന അവസ്ഥയും ട്രെയിനിൽ പോകാൻ വേണ്ടി വരുന്നവർക്ക് റോഡിലെ തിരക്കിൽപ്പെട്ട് ട്രെയിൻ കിട്ടാത്ത അവസ്ഥയും ഉണ്ടാവാറുണ്ട്. ഇതിന് പരിഹാരമായി റെയിൽവേ സ്റ്റേഷന്റെ മുൻഭാഗത്ത് പ്രധാന റോഡിനോട് ചേർന്നുള്ള റെയിൽവേയുടെ ഒഴിഞ്ഞുകിടക്കുന്ന സ്ഥലത്ത് ബസ് ബേ നിർമ്മിക്കണം. സദേൺ റെയിൽവേക്ക് നിലമ്പൂർ റോഡ് സ്റ്റേഷനിൽ 44.82 ഏക്കർ സ്ഥലം സ്വന്തമായിട്ടുണ്ട്. ഇതിൽ ഒഴിഞ്ഞുകിടക്കുന്ന സ്ഥലത്ത് നിന്ന് 10 സെന്റ് സ്ഥലത്ത് ബസ് ബേ അനുവദിച്ചാൽ റോഡിൽ നിന്ന് ബസ്സുകൾ ബസ് ബേയിൽ മാറ്റി നിർത്തി യാത്രക്കാരെ ഇറക്കാനും കയറ്റുവാനും സാധിക്കും. ഈ റോഡിലെ ട്രെയിൻ സമയത്തുള്ള രൂക്ഷമായ ഗതാഗതക്കുരുക്ക് പൂർണ്ണമായും ഒഴിവാക്കാൻ ഇതുമൂലം സാധിക്കുമെന്നും മുസ്തഫ കളത്തുംപടിക്കൽ നിവേദനത്തിൽ പറഞ്ഞു. ദിവസവും ആയിരക്കണക്കിന് യാത്രക്കാർ വരുന്ന റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിൻ ഇറങ്ങിക്കഴിഞ്ഞാൽ മെയിൻ റോഡിലേക്ക് വന്നാൽ എങ്ങോട്ട് പോകണമെന്നറിയാതെ യാത്രക്കാർ നട്ടം തിരിയുകയാണ്. റെയിൽവേ സ്റ്റേഷനിൽ വരുന്ന ചെറുവാഹനങ്ങളും അതുപോലെ തന്നെ മെയിൻ റോഡിലേക്ക് കൂടെ പോകുന്ന മറ്റു വാഹനങ്ങളും ഇരുഭാഗത്തേക്ക് പോകുന്ന ബസ്സുകളുമൊക്കെ നിർത്തി ഏറെ നേരം ഗതാഗതക്കുരുക്ക് അനുഭവപ്പെടുന്ന ഒരവസ്ഥയാണ് ഉണ്ടാകുന്നത്. ഒരു ബസ് ബേ ഉണ്ടായിക്കഴിഞ്ഞാൽ യാത്രക്കാരെ കയറ്റുന്നതിന് വേണ്ടി റോഡിൽ നിന്നും ബസ് മാറ്റി നിർത്തി ബസ് ബേയിൽ നിർത്തിക്കഴിഞ്ഞാൽ റോഡിൽ ഗതാഗതക്കുരുക്കില്ലാതെ മറ്റു വാഹനങ്ങൾക്ക് പോകാനും സാധിക്കും. ട്രെയിൻ ഇറങ്ങുന്ന യാത്രക്കാർക്ക് തുടർ യാത്രയ്ക്ക് വേണ്ടി ബസ് ബേ ഉപയോഗപ്പെടുത്താനും സാധിക്കും. ദിവസവും 7 ട്രെയിന് ഷൊർണൂർ ഭാഗത്തേക്കും 7 ട്രെയിൻ ഷൊർണൂരിൽ നിന്ന് നിലമ്പൂരിലേക്കും വരുന്നുണ്ട്. അങ്ങനെ 14 ട്രിപ്പുകളാണ് നിലമ്പൂർ റോഡ് റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിനുകൾ വന്നു പോകുന്നത്. ഒരു ട്രെയിനിൽ 10 കോച്ചുകളുണ്ട്. ഒരു കോച്ചിൽ 100 യാത്രക്കാരും 200ഓളം സ്റ്റാൻഡിംഗ് യാത്രക്കാരുമായി 300 പേർക്ക് ഒരു കോച്ചിൽ വരാൻ സാധിക്കും. അങ്ങനെ ട്രെയിനിലെ 10 കോച്ചുകളിലായി 3000 യാത്രക്കാർക്ക് ഒരേ സമയത്ത് വന്നു പോകാൻ സാധിക്കുന്ന തരത്തിലുള്ള ട്രെയിനുകൾ സീസണിലും അതുപോലെ തന്നെ ഉത്സവ ദിവസങ്ങളിലൊക്കെ വലിയ ജനത്തിരക്കാണുള്ളത്. ഇവരുടെ റെയിൽവേയുടെ കണക്ക് പ്രകാരം തന്നെ പെർ ഡേ 2500-ലധികം ആളുകൾ വരുന്നുണ്ട്. അപ്പോൾ ഇത്രയധികം ആളുകൾ വരുന്ന സമയത്ത് ഒരു തുടർ യാത്രയ്ക്ക് വേണ്ടി ഒരു സംവിധാനമില്ലാത്ത അവസ്ഥയാണ്. ഇപ്പോൾ ട്രെയിൻ കയറാൻ വേണ്ടി വരുന്ന യാത്രക്കാർക്ക് റോഡിലെ തിരക്ക് കാരണം ട്രെയിൻ സമയത്ത് എത്താൻ പറ്റാത്ത സ്ഥിതിയുമുണ്ട്. അപ്പോൾ ഇതൊക്കെ ഈ റോഡിലെ ഗതാഗതക്കുരുക്ക് കുറക്കാൻ ഒരു ബസ് ബേ അനിവാര്യമാണ് എന്നുള്ളതാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. ഇപ്പോൾ റെയിൽവേയുടെ വകയായി 44.82 ഏക്കർ സ്ഥലം നിലമ്പൂർ റെയിൽവേ സ്റ്റേഷനിലുണ്ട്. അപ്പോൾ ആ മെയിൻ റോഡോട് ചാരിയുള്ള ഒഴിഞ്ഞു കിടക്കുന്ന സ്ഥലത്ത് നിന്ന് കാടുമൂടി കിടക്കുന്ന സ്ഥലത്ത് നിന്ന് 10 സെന്റ് സ്ഥലം മാത്രം കിട്ടിയാൽ ഒരു ബസ് ബേ ഉണ്ടാക്കാൻ സാധിക്കും. ഇത് നടപ്പിലായ വലിയൊരു സഹായമാവും നാടിനും നാട്ടുകാർക്കും യാത്രക്കാർക്കുമൊക്കെ. ബസ് ഓപ്പറേറ്റേഴ്സ് ഓർഗനൈസേഷൻ താലൂക്ക് കമ്മിറ്റി യോഗത്തിൽ ജില്ലാ പ്രസിഡന്റ് മുസ്തഫ കളത്തുംപടിക്കൽ അധ്യക്ഷത വഹിച്ചു. താലൂക്ക് ഭാരവാഹികളായ നിയാസ് ചാലിയാർ, കെ ടി മെഹബൂബ്, ബാബു മമ്പാട്, നാസർ കരുവാരക്കുണ്ട, ഷമീർ അറക്കൽ, നിതീഷ്, ജലീഷ് എന്നിവർ പങ്കെടുത്തു. ഈസ്റ്റ് ലൈവ്, നിലമ്പൂർ. 1000 രൂപയുടെ 18 മാസ തവണകളും സ്കീം 2-ൽ 2000 രൂപയുടെ 15 മാസ തവണകളുമാണുള്ളത്. ഓരോ മാസവും നറുക്കെടുപ്പ്. വിജയികൾ തുടർന്ന് പണമടയ്ക്കേണ്ടതില്ല. അനുപമ ഗോൾഡ് ഗാലറി, ഗോൾഡൻ ഡയമണ്ട്, എടവണ്ണ, തിരുവാലി, ഒതായി.